വെൽക്കം ബാക്ക് ടു പഠിക്കാം. എൻ്റെ പേരാണല്ലോ. ഇന്ന് നമുക്ക് റീസണിങ് പഠിക്കാം. ഈ SSC റെയിൽവേ എക്സാമുകളുടെ എല്ലാം റീസണിങ്ങിന്റെ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡൈസ്. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, അതേപോലെ ഈസി ആയിട്ട് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്കിന്ന് ഡൈസ് പഠിക്കാം. ഈ ഡൈസ് ഇല്ലേ, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡൈസും ഓർഡിനറി ഡൈസും. സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന നമ്പേഴ്സിന്റെ സമ്മ് 7 ആണ്. ഇപ്പൊ ഒരു സൈഡ് 5 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 2 ആയിരിക്കും. ഒരു സൈഡ് 3 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 4 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ ഇവര് പറയുന്നത് ഒരു ഡൈസ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സിന്റെ സമ്മ് 7 ആണ് എന്ന് വെച്ചാൽ അതൊരു സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും ആ ഡൈസ്? ഓപ്ഷൻ എ എന്ന് ചെക്ക് ചെയ്യും. അതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സിൽ 5ഉം 2ഉം വരുന്നുണ്ട്. 5ന്റെയും 2വിന്റെയും സമ്മ് 7 ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ഡൈസ് ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ്സിന്റെ സമ്മ് 7 വരില്ല. സോ ഓപ്ഷൻ എ അല്ല ആൻസർ. ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്തേ. അതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സിൽ 4ഉം 3ഉം ഉണ്ട്, അതിന്റെ സമ്മ് 7 ആണ്. സോ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ സി നോക്ക്. ഇതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ്സിൽ 7 സമ്മായിട്ട് വരുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇനി ഓർഡിനറി ഡൈസ്. ഓർഡിനറി ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡൈസ്, ഈ ഏണിയും പാമ്പൊക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഡൈസ്. എക്സാമിന് ഇതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിനെ ബേസ് ചെയ്ത് വരുന്നത്. ഒന്ന് ക്ലോസ്ഡ് ഡൈസിന്റെ ക്വസ്റ്റ്യനും പിന്നെ ഓപ്പൺ ഡൈസിന്റെ ക്വസ്റ്റ്യനും. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് ടൈപ്പും പഠിക്കാം. ഏതൊക്കെ ട്രിക്ക് വെച്ച് ഇത് രണ്ടും സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ക്ലോസ്ഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ട്രിക്കുകൾ പഠിക്കാം, അതാകുമ്പോൾ നമ്മൾ മറക്കത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ ഇവർ പറയുന്നത് ഒരു ഡൈസ് ഉണ്ട്, അതിന്റെ ടോപ്പിൽ വരുന്ന നമ്പർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബോട്ടം ഏത് നമ്പർ ആയിരിക്കും വരുന്നത്? എന്നിട്ട് സെയിം ഡൈസിന്റെ 4 ഡിഫറെന്റ് ഇമേജസ് അവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്ലോസ്ഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ രണ്ട് ട്രിക്കുകളുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ട്രിക്കുകളും പഠിക്കാം. ആദ്യത്തത് വൺ സർഫസ് റൂൾ ആണ്. എന്താണ് വൺ സർഫസ് റൂൾ എന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് 4 ഇമേജസ് തന്നിട്ടുണ്ടല്ലോ, ഇതില് ഒരു നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഇമേജസ് ചൂസ് ചെയ്യുക. ഇത് നോക്കിയപ്പോ ഇവിടെ ഫസ്റ്റ് ഇമേജിലും സെക്കൻഡ് ഇമേജിലും 3 എന്ന് പറയുന്ന നമ്പർ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഇത് രണ്ടും ചൂസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ കോമൺ നമ്പർ ഉണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു കോമൺ നമ്പർ, ആ നമ്പർ മുതൽ ക്ലോക്ക് വൈസ് കൗണ്ട് ചെയ്യുക. ഇപ്പം ഫസ്റ്റ് ഇമേജിന്റെ കേസിൽ 3 മുതൽ 2 വരെ ക്ലോക്ക് വൈസ് കൗണ്ട് ചെയ്യണം. നമുക്ക് അതെടുത്ത് എഴുതാം. 3, 4, 2. ഈ സെയിം ഓർഡറിൽ തന്നെ ഇത് എഴുതണം. ഈ സെക്കൻഡ് ഇമേജിന്റെ കേസിൽ 3 മുതൽ 1 വരെ ക്ലോക്ക് വൈസ് കൗണ്ട് ചെയ്യുക. ഇതും ഈ സെയിം ഓർഡറിൽ ഇതിന് തൊട്ട് താഴെയായിട്ട് എഴുതണം. 3, 5, 1. കഴിഞ്ഞു, നമ്മുടെ ഉത്തരം കിട്ടി. ഇങ്ങനെ എഴുതിയപ്പോ ഈ അടുത്തടുത്തായിട്ട് വരുന്ന ഈ നമ്പേഴ്സ് ഇല്ലേ, ഇവരായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്ന നമ്പേഴ്സ്. എന്ന് വെച്ചാൽ 4ന് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 5 ആയിരിക്കും, 2ന് ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും വരുന്നത്? ഇതിൽ ഉൾപ്പെടാതെ കിടക്കുന്ന 6ാമത്തെ നമ്പറില്ലേ 6, അതായിരിക്കും 3ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോപ്പിൽ 5 ആണ് വരുന്നതെങ്കിൽ ബോട്ടം ഏത് നമ്പർ വരും? അതായത് 5ന് ഓപ്പോസിറ്റ് സൈഡ് ഏത് നമ്പർ വരും എന്നാണ് ക്വസ്റ്റ്യൻ. 5ന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 4 ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വൺ സർഫസ് റൂൾ വെച്ചത് സോൾവ് ചെയ്യുന്നത്. നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യനകത്ത് അടുത്ത ട്രിക്കും പഠിക്കാം. അടുത്തതാണ് 2 സർഫസ് റൂൾ. 2 സർഫസ് റൂൾ എന്താന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന ഇമേജസിൽ നിന്ന് 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഇമേജസ് ചൂസ് ചെയ്യുക. ഞാൻ എന്താ പറഞ്ഞ, തന്നിരിക്കുന്ന ഇമേജസിൽ നിന്ന് 2 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ഇമേജസ് ചൂസ് ചെയ്യുക. ഞാൻ നോക്കിയപ്പോ ഫസ്റ്റ് ഇമേജിലും ലാസ്റ്റ് ഇമേജിലും 3ഉം 2ഉം റിപ്പീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇത് രണ്ടും ചൂസ് ചെയ്തു. കഴിഞ്ഞു, ഉത്തരം കിട്ടി. ഈ 2 ഇമേജസിലും റിപ്പീറ്റ് ചെയ്യാതെ കിടക്കുന്ന ആ 2 നമ്പേഴ്സ് ഇല്ലേ, അവരായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. എന്ന് വെച്ചാൽ
ഫസ്റ്റ് ഇമേജില് 4ഉം സെക്കൻഡ് ഇമേജില് 5ഉം ഇവരായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. 5ന് ഓപ്പോസിറ്റ് 4 ആയിരിക്കും വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോപ്പിൽ 5 ആണ് വരുന്നതെങ്കിൽ ബോട്ടം ഏത് നമ്പർ ആയിരിക്കും വരുന്നത് എന്നാണ്. അപ്പം ടോപ്പിൽ 5 വന്നാൽ അതിന് ഓപ്പോസിറ്റ് വരുന്നത് 4 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. നമ്മൾ 2 ട്രിക്കുകൾ വെച്ച് സോൾവ് ചെയ്തപ്പോഴും സെയിം ആൻസർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പം ക്ലോസ്ഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് 2 ട്രിക്കുകളുണ്ട്. 1 സർഫസ് റൂളും 2 സർഫസ് റൂളും. 1 സർഫസ് റൂൾ എങ്ങനെയാ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന 2 ഇമേജസ് ചൂസ് ചെയ്യുക. ആ നമ്പർ മുതൽ ക്ലോക്ക് വൈസ് കൗണ്ട് ചെയ്യുക. കഴിഞ്ഞു. 2 സർഫസ് റൂൾ എങ്ങനെയാ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് 2 നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന 2 ഇമേജസ് ചൂസ് ചെയ്യുക. ആ 2 ഇമേജിലും ഉൾപ്പെടെ കോമൺ ആയിട്ട് വരാതെ കിടക്കുന്ന ആ 2 നമ്പേഴ്സ് ഉണ്ടല്ലോ, അവരായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 4 ഇമേജസ് തന്നു. ചിലതില് 3 തരാം, ചിലതില് 2 തരാം. അപ്പൊ ഈ 2 റൂളും എല്ലാ ക്വസ്റ്റ്യനകത്തും ഒരേപോലെ ആപ്ലിക്കബിൾ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ചെയ്ത് നമുക്കത് മനസ്സിലാവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് ക്ലോസ്ഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ. അത് സോൾവ് ചെയ്യാൻ 2 ട്രിക്കുകൾ നമ്മൾ പഠിക്കുകയും ചെയ്തു. ഇനി ഓപ്പൺ ഡൈസ്. ഈ ഓപ്പൺ ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ക്ലോസ്ഡ് ഡൈസിനെ നമ്മൾ തുറന്നങ്ങ് വെക്കുക. നമുക്ക് പല പല ഷേപ്പിൽ അത് കിട്ടുമല്ലോ. അതിനാണ് ഈ ഓപ്പൺ ഡൈസ് എന്ന് പറയുന്നത്. നമ്മളൊരു ബോക്സ് ഇങ്ങനെ കീറി നിവർത്തി വെച്ച് കഴിഞ്ഞാൽ പല പല ഷേപ്പിൽ അത് കിട്ടുമല്ലോ. അത് തന്നെ ഏതൊക്കെ ഷേപ്പിലായിരിക്കും നമുക്കത് കിട്ടുന്നത്? ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇല്ലേ? 1 2 3 4 5 6 ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇത് തന്നെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5 ഇല്ലേ, ഇതിനെ ഇവിടെ എവിടെ വേണമെങ്കിലും ഈ 5നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ 6നെയും ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഒരു പിക്ക് ഏതൊക്കെ രീതിയിൽ വരാം? ഇതാ ഇങ്ങനെ വരാം. One, 2, 3, 4, 5, 6. ഓക്കെ, ഇങ്ങനെ വരാം. One, 2, 3, 4, 5, 6. ഇങ്ങനെ വരാം. One, 2, 3, 4, 5, 6. എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഇമേജ് വരാം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പൺ ഡൈസിന്റെ കേസിൽ എങ്ങനെ വന്നാലും ആൾട്ടർനേറ്റീവ് സ്ക്വയേഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്. എന്താ ഞാൻ പറഞ്ഞ? ആൾട്ടർനേറ്റീവ് സ്ക്വയേഴ്സ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്. എന്ന് വെച്ചാൽ 1ന് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത് 3 ആണ്. ഇത് രണ്ടും ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. 2ന് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത് 4 ആണ്. ഇത് രണ്ടും ആയിരിക്കും ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. 5ന് ആൾട്ടർനേറ്റീവ് വരുന്നത് 6 ആണ്. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. അതേപോലെ ഇവിടെയും 1ഉം 3ഉം ആയിരിക്കും ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. അതായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. 2ഉം 3ഉം ആൾട്ടർനേറ്റ് ആണ്, അത് ഓപ്പോസിറ്റ് വരും. ഇത് രണ്ടും ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. ഇവിടെയും ഈ 1ഉം 3ഉം ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. 2ഉം 4ഉം ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. 5ഉം 6ഉം ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. ഇതിന്റെ കേസിലും 1ഉം 3ഉം ഓപ്പോസിറ്റ് വരും. 4ഉം 6ഉം ഓപ്പോസിറ്റ് വരും. 2ഉം 5ഉം ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഇതാണ് ഓപ്പൺ ഡൈസിന്റെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ അവർ പറയുന്നത്, ഒരു ഡൈസ് ഉണ്ട്, അത് അൺഫോൾഡ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ തിരിച്ച് ഫോൾഡ് ചെയ്താൽ ഏതൊക്കെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സിൽ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും എ വരുന്നത്. ഓക്കെ, സിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ബി വരുന്നത്. എഫിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഡി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നോക്കേ, ഡിക്ക് ഓപ്പോസിറ്റ് എഫ് വരുമോ? ഡിക്ക് ഓപ്പോസിറ്റ് എഫ് വരും. ഇനി എക്ക് ഓപ്പോസിറ്റ് എന്താ വരുന്നത്? ഡി എന്നാ പറയുന്നത്. എക്ക് ഓപ്പോസിറ്റ് ഡി ആണോ വരുന്നത്? എക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഇ ആണ്. ഇക്ക് ഓപ്പോസിറ്റ് ബി അല്ല, ഇക്ക് ഓപ്പോസിറ്റ് എ ആണ്. പിന്നെയും ഇക്ക് ഓപ്പോസിറ്റ് സി, ഇക്ക് ഓപ്പോസിറ്റ് എ ആണ്. അപ്പൊ ഏതാ ഓപ്ഷൻ? ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇതാണ് ക്ലോസ്ഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക്.
അപ്പോ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.